ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബി.ആർ. അംബേദ്കറിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉയർത്തി രാഹുൽ ഗാന്ധിയും കൂട്ടരും വിവാദമുണ്ടാക്കുന്നത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ്. ജോർജ് സോറോസ് പണം നൽകുന്ന NGO-കൾ BJP-യെ തകർക്കാൻ കണ്ടെത്തിയ മാർഗമാണത്. ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വിഭജിക്കുക, എന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളുടെ കൂടി സഹായത്തോടെ ഭരണം പിടിക്കുക. ഇതാണ് ഇപ്പോൾ അംബേദ്കർ വിഷയം ഉയർത്തിയിട്ടുള്ള സമരത്തിന് പിന്നിൽ. രാഹുൽ ഗാന്ധി ഒരു ഫാഷൻ മോഡലിനെ പോലെയാണ്. NGO-കൾ പറയുന്ന വേഷം കെട്ടു. ഭാരത് ജോഡോ യാത്രയുടെ കാലത്ത് വെള്ള ടീഷർട്ടായിരുന്നു വേഷം. പിന്നീട് ചുവന്ന പുറംചട്ടയുള്ള ഭരണഘടനാ പുസ്തകം ഉയർത്തിയായിരുന്നു സമരം. ഇപ്പോഴിതാ നീല ടീഷർട്ട് ഇട്ടിട്ടാണ് സമരം. അംബേദ്കറിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള നീല നിറത്തിലുള്ള ഡ്രസ്സ്, ഒപ്പം പ്രിയങ്കയും. ഹിന്ദുക്കളെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാഹുൽ ഗാന്ധിയും കൂട്ടരും പരിശ്രമിച്ചു വരികയാണ്. ജാതി സെൻസസ് നടത്തണം എന്ന പേരിൽ കോൺഗ്രസ് മുറവിളി കൂട്ടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാനാണ്. കിട്ടാവുന്ന അവസരത്തിൽ സോറോസ് ഫണ്ട് കൊടുക്കുന്ന NGO-കളും മാധ്യമങ്ങളും ഹിന്ദു മതത്തിലെ ജാതികളെക്കുറിച്ച് പല പല കഥകൾ ചമയ്ക്കുകയാണ്. ലക്ഷ്യമൊന്നേയുള്ളൂ, ഹിന്ദുക്കളിൽ നിന്ന് കുറച്ച് വോട്ടുകൾ സംഘടിപ്പിക്കുക, പിന്നെ മുസ്ലിം വോട്ടുകളും ചേർത്ത് അധികാരത്തിൽ കയറുക. കോൺഗ്രസിന്റെ ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വിഭജിക്കുന്നതിനെതിരെ യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. ബട്ടേങ്കെ തോ കട്ടേങ്കെ, എന്നാൽ ഒന്നിച്ചു നിന്നിട്ടില്ലെങ്കിൽ ഹിന്ദുക്കൾ പല കഷ്ണങ്ങളായി മുറിക്കപ്പെടും എന്നാണ് യോഗി ആദിത്യനാഥ് ഈ മുദ്രാവാക്യത്തിലൂടെ അർത്ഥമാക്കിയത്. ഈ മുദ്രാവാക്യത്തെ മോദി അല്പം മാറ്റങ്ങൾ വരുത്തി വീണ്ടും അവതരിപ്പിച്ചു. ഏക് ഹേ തോ സേഫ് ഹേ, ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കുകയുള്ളൂ എന്നായിരുന്നു ഈ മുദ്രാവാക്യങ്ങളുടെ അർത്ഥം. ബി.ആർ. അംബേദ്കറിനോടുള്ള കോൺഗ്രസിന്റെ മനോഭാവം വെളിപ്പെടുത്തി നെഹ്റുവിന്റെ കത്തുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ തെരഞ്ഞെടുത്ത കൃതികളുടെ 1-ാം ഭാഗത്തിലെ 16-ാം അധ്യായത്തിൽ BC റോയിക്ക് അയച്ച കത്തും ഉൾപ്പെടുന്നുണ്ട്. നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ അംബേദ്കർ തീരുമാനിച്ചു എന്ന് BC റോയി നെഹ്റുവിനെ അറിയിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് നെഹ്റു അംബേദ്കറിന് നൽകിയ വില മനസ്സിലാക്കുന്നത്. അംബേദ്കർ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോയാലും ഒന്നും സംഭവിക്കില്ല എന്നായിരുന്നു നെഹ്റുവിന്റെ മറുപടി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് നെഹ്റു സർക്കാരിന്റെ സമീപനത്തിൽ അസംതൃപ്തനായിട്ടാണ് അംബേദ്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. കൂടാതെ വിദേശകാര്യം, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രധാന കമ്മിറ്റികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. നിരവധി തവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടും പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ശക്തനായ നേതാവിന്റെ രാജി നെഹ്റു തടഞ്ഞില്ല. ബി.ആർ. അംബേദ്കർ എഴുത്തുകളും പ്രസംഗങ്ങളും 1979 മഹാരാഷ്ട്ര സർക്കാർ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മുസ്ലിം വിഭാഗങ്ങളോട് നെഹ്റു കാണിക്കുന്ന അമിത താല്പര്യത്തിൽ അസ്വസ്ഥത ഈ എഴുത്തുകളിൽ നിറയുന്നുണ്ട്. നെഹ്റുവിന്റെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും അംബേദ്കറിനോടുള്ള മനോഭാവം വെളിപ്പെടുന്നുണ്ട്. അംബേദ്കറിനായി സ്മാരകം നിർമ്മിക്കുന്നതിനെയും നെഹ്റു എതിർത്തിരുന്നു. 1959 ജൂൺ 18-ാം തീയതി എഴുതിയ കത്തിലാണ് ഇത് വെളിപ്പെടുന്നത്. ഒടുവിൽ BJP അധികാരത്തിലെത്തിയ ശേഷം 2018 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ദേശീയ സ്മാരക പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 5 പ്രധാന ഇടങ്ങളെ സംബന്ധിച്ച് ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കുകയും ചെയ്തു. അംബേദ്കറിന്റെ പേരിൽ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ പരമാവധി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും എതിരെ ആഞ്ഞടിച്ചിരുന്നു. അംബേദ്കറെ ഒരിക്കലും അപമാനിക്കാത്ത പാർട്ടിയിലെ അംഗമാണ് താനെന്നും അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് അംബേദ്കറുടെ ഫോട്ടോയും പിടിച്ചു നടക്കുന്നത് രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്നും രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടിയാണെന്നും വിമർശനം ശക്തമായി. ഹിന്ദുക്കളെ കൊല്ലാക്കൊല ചെയ്ത ഔറംഗസീബ് അതേ ഹിന്ദുക്കൾക്ക് നീതി ആവശ്യപ്പെടുന്നത് പോലെയാണ് ഇത് എന്ന പരിഹാസവും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രപരമായ കത്തുകൾ തിരികെ നൽകാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി അവരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 2008 അന്നത്തെ UPA അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം ഈ കത്തുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അതിനുശേഷം കത്തുകൾ സ്വകാര്യമായി സൂക്ഷിച്ചു വരികയായിരുന്നു. 1971 ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് കത്തുകൾ PMML-ന് നൽകിയിരുന്നു. അന്ന് PMML നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനുശേഷമാണ് 2008 കത്തുകൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ തുടങ്ങിയത്. 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖ വ്യക്തികളായ ആൽബർട്ട് ഐൻസ്റ്റീൻ, ജയപ്രകാശ് നാരായണൻ, എഡ്വിൻ മൗണ്ട് ബാറ്റൺ, പത്മജ നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്,
അരുണ അസഫ് അലി, ബാബു ജഗ്ജീവൻ റാം തുടങ്ങിയ ആളുകൾക്ക് അയച്ച കത്തുകൾ അടങ്ങുന്ന 51 പെട്ടികളാണുള്ളത്. നെഹ്റു കുടുംബത്തിന് സ്വകാര്യമായ പ്രാധാന്യമുള്ള കത്തുകളാണ് ഇത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ചരിത്രപരമായ ഈ കത്തുകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഗവേഷകർക്കും പഠിതാക്കൾക്കും ഏറെ ഗുണം ചെയ്യും. അതിനാൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നാണ് PMML രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. നെഹ്റുവിന്റെ മുൻ വസതിയായ തീൻമൂർത്തി ഭവനിലാണ് NMML ആദ്യമായി സ്ഥാപിച്ചത്. നെഹ്റുവിന്റെ ജീവിതത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം പരിപാലിക്കുക, അദ്ദേഹത്തിന്റെയും മറ്റു നേതാക്കളുടെയും സ്വകാര്യ പ്രബന്ധങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കുക, ആർക്കൈവുകൾ, പ്രഭാഷണങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിലൂടെ ഗവേഷണം അനുവദിക്കുക. ഇതാണ് NMML സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം തന്നെ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് NMMLനെ PMML ആക്കി മാറ്റിയത്. എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെയും ആദരിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇത് തന്നെ. ഫെബ്രുവരിയിൽ നടന്ന PMMLന്റെ വാർഷിക പൊതുയോഗത്തിൽ അവതരിപ്പിച്ച ഔദ്യോഗിക രേഖകൾ പ്രകാരം 1971 നെഹ്റുവിന്റെ സ്വകാര്യ കത്തുകളുടെ ഒരു ശേഖരം PMMLന് കൈമാറി. ഈ രേഖകൾ സ്ഥിരമായി സൂക്ഷിക്കാൻ നൽകിയതായിരുന്നില്ല, മറിച്ച് നെഹ്റുവിന്റെ നിയമപരമായിട്ടുള്ള അവകാശിയായ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് കത്തുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി നൽകിയതായിരുന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷവും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള അനന്തരാവകാശികൾ ഈ രേഖകളുടെ ഉടമസ്ഥാവകാശം തുടരുകയായിരുന്നു എന്ന് PMML അവകാശപ്പെടുന്നു. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഈ രാജ്യത്തിന് ആപത്താണ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ നരേന്ദ്രമോദി സർക്കാർ നിരത്തുന്നുണ്ട്. അതിന്റെ തെളിവായിട്ടാണ് ഇന്നൊരു വാർത്ത വൈറലായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി BJP എംപിമാരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്ന പോലീസ് കേസ്. രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിച്ച BJPയുടെ നീക്കം. സംഭവം ഇങ്ങനെയാണ്. 2 BJP എംപിമാരായ പ്രതാപ് സാരംഗി, മുകേഷ് രാജ്പുത് എന്നിവർക്ക് രാഹുൽ ഗാന്ധിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അവകാശപ്പെടുന്നത്. അയാൾക്ക് എങ്ങനെയാണ് പാർലമെന്റിൽ ഇത്തരത്തിലൊരു ബലപ്രയോഗം നടത്താൻ സാധിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഏത് നിയമപ്രകാരമാണ് മറ്റ് എംപിമാരെ ശാരീരികമായി ആക്രമിക്കാൻ അധികാരമുള്ളത് എന്നും കിരൺ റിജിജു ചോദിക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുകയാണ്. തിരിച്ചടിക്കാനാണ് എങ്കിൽ BJPക്ക് ലോക്സഭയിലും രാജ്യസഭയിലും വലിയ ഒരു ജനക്കൂട്ടം തന്നെയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും BJP ചെയ്യില്ല. നിയമം നിർമ്മിക്കുന്ന എംപിമാർ തന്നെ നിയമം കയ്യിലെടുത്താൽ എന്താകും അവസ്ഥ എന്ന ചോദ്യവും ഉയരുകയാണ്. ജാപ്പനീസ് ആയോധന കലയായ ഐക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് പ്രയോഗം പോലെയാണ് രാജീവ് ഗാന്ധി ആക്രമണം നടത്തിയത്. നിങ്ങൾ കരാട്ടെ, കുങ്ഫു എന്നൊക്കെ പഠിച്ചിരിക്കാം, എന്നാൽ ഇത് എംപിമാരെ ആക്രമിക്കാൻ വേണ്ടി പുറത്തെടുക്കരുത് എന്നും റിജിജു പറയുന്നു. ഇടത് കണ്ണിന് സമീപം പരിക്കേറ്റ പ്രതാപ് ചന്ദ്ര സാരംഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സാരംഗിയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുറിവിൽ നിന്ന് രക്തം വരുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സംഭവത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റ് കവാടത്തിലേക്ക് താൻ കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെ BJP എംപിമാർ തടയാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു എന്നും അതിനിടെയാണ് ഇത്തരത്തിലൊരു പ്രത്യാക്രമണം ഉണ്ടായത് എന്നുമാണ് രാഹുലിന്റെ വാക്കുകൾ. മല്ലികാർജുൻ ഖാർഗെയാണ് വീണത്. BJP എംപിമാരാണ് ഞങ്ങളെ തടയാൻ ശ്രമിച്ചത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം സാരംഗിയുടെ അവകാശവാദങ്ങളോട് ഗാന്ധി ശക്തമായി പ്രതികരിച്ചു. തന്റെ പാർലമെന്റിലേക്കുള്ള പ്രവേശനം തടയുന്നത് ഒരു കൂട്ടം BJP എംപിമാരാണെന്നും അവർ തന്നെയും കോൺഗ്രസ് മേധാവി മല്ലികാർജുൻ ഖാർഗെയും ഉന്തുകയും തള്ളുകയും ഒക്കെയായിരുന്നു ചെയ്തത് എന്നും അതാണ് സംഘർഷത്തിന് അവിടെ കാരണമായത് എന്നും മാധ്യമപ്രവർത്തകരോട് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. ഞാൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ BJP എംപിമാർ എന്നെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. അവർ എന്നെ തള്ളിയിടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മിസ്റ്റർ ഖാർഗെയെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി അതും സംഭവിച്ചു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് പാർലമെന്റാണ്, ഞങ്ങൾക്ക് അകത്തേക്ക് പോകാൻ അവകാശമുണ്ട് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. തന്റെ പാർലമെന്റിലേക്കുള്ള പ്രവേശനം തടയുന്നത് ഒരു കൂട്ടം BJP എംപിമാരാണ് എന്നും അവർ തന്നെയും കോൺഗ്രസ് മേധാവി മല്ലികാർജുൻ ഖാർഗെയും ഉന്തും തള്ളും നടത്തുകയായിരുന്നു എന്നും അതാണ് സംഘർഷത്തിന് കാരണമായത് എന്നും രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പാർലമെന്റിലേക്ക് ഞങ്ങൾക്ക് പോകാൻ അവകാശമുണ്ട്, അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. BJP എംപിമാർ തന്നെ തടയാൻ ശ്രമിച്ചു, തള്ളിയിട്ടു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്ന അവകാശവാദങ്ങൾ. രാഹുൽ ഗാന്ധി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയുടെ താഴെ വരുന്ന കമന്റുകൾ ഇലക്ഷന് മത്സരിപ്പിക്കുന്നതിന് മുമ്പ് മാനസിക രോഗിയാണോ അല്ലേ എന്നുകൂടി ചെക്ക് ചെയ്തിട്ട് മത്സരിപ്പിക്കണം എന്ന രൂപത്തിലുള്ള വാർത്തകളാണ്. നന്ദി.